ദൈവത്തിന്റെ വചനമായ ഒരു നല്ല അവസരത്തിനും കൂടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിവസം രാത്രി കാലം കൂടുതൽ വരുവാൻ ദൈവമൊരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കായി ഒരു പ്രാവശ്യം ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ചിന്തയ്ക്കായി നമുക്ക് വേദഭാഗം കടന്നു വരാം. യോശുവ 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. യോശുവ 1:9. കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പകലിനാ ഞങ്ങൾ ദൈവത്തെ രാത്രിക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് കടന്നു വരുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ ഒരു നല്ല ഭാഗ്യത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രി വായിച്ചു കേട്ട വചനത്തിനായി സ്തോത്രം കർത്താവേ. ഇന്ന് രാത്രി കാലം ദൈവാത്മാ ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ പകരാൻ പോകുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ്. ജനത്തിനായി സ്തോത്രം. ഈ വചനം സംസാരിക്കുന്ന ദൈവം ബലപ്പെടുത്തുന്ന വചനത്തിന്റെ വാതിലുകളെ തുറന്നു തരണമേ. ആലോചനയ്ക്കായി ദൈവ സാന്നിധ്യത്തെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേൾക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇവിടെ നമ്മൾ കാണുന്നത് മോശയ്ക്ക് ശേഷം യോശുവയ്ക്ക് ദൈവം അധികാരവും സ്ഥാനവും കൊടുക്കുന്ന അവസ്ഥയാണ്. യോശുവ ആരായിരുന്നു? മോശയുടെ ഒരു മോശയോട് കൂടെ എന്ത് ചെയ്ത ആളായിരുന്നു? ശുശ്രൂഷ ചെയ്ത ആളായിരുന്നു. മോശയുടെ കാലശേഷം ആരെ ദൈവം അധികാരപ്പെടുത്തി? യോശുവയ്ക്ക് ദൈവം അധികാരം കൊടുത്തു. ആരെ ഭരിക്കുവാൻ? ജനത്തെ നയിക്കുവാൻ. മോശയുടെ സമയത്ത്, മോശയുടെ കാലശേഷം ജനം എവിടെയായിരുന്നു? ജനം ഇസ്രായേലെത്തിയോ? വാഗ്ദത്ത ദേശത്തെത്തിയോ? ഇല്ല. വാഗ്ദത്ത ദേശത്തിനും യാത്രയ്ക്കും മധ്യ നിൽക്കുന്ന ജനത്തിന്റെ മധ്യേ സാഹചര്യങ്ങളും വിഷയങ്ങളും എല്ലാം പ്രതികൂലമായിരുന്നപ്പോൾ, അവസ്ഥകൾ പ്രതികൂലമായിരുന്നപ്പോൾ, സ്ഥാനങ്ങളും അവസ്ഥകളും ചിന്താഗതികളെല്ലാം അവർക്ക് വിരോധമായപ്പോൾ, അവർ നോക്കിയപ്പോൾ ഒരു രക്ഷയുമില്ല. പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. സാഹചര്യങ്ങളെല്ലാം എതിരായി. പ്രശ്നം കൊണ്ട് ജനം വലയുന്നു. കാരണം അവർ മരുഭൂമിയിലാണ്. അവർ എത്തിയില്ല വാഗ്ദത്തദേശത്ത്. എല്ലാം പ്രതീക്ഷകളും അസ്തമിച്ച് ഭയഭീരുക്കളായി വേദനയുടെ നടുക്കുമല നിൽക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് ആ സാഹചര്യത്തിൽ യോശുവയും എന്ത് ചെയ്തു? ഭയപ്പെട്ടു. തന്റെ അവസ്ഥയും വളരെ പരിതാപകരമായി താനും ദൈവത്തോട് ചോദിക്കും, ദൈവമേ എങ്ങനെ ഇത് സാധിക്കും? മോശ കൂടെ ഉണ്ടായിരുന്നു. കാരണം ദൈവം മോശയ്ക്കാണ് അധികാരം കൊടുത്തത്. എന്തിന്? ജനത്തെ പുറപ്പെടുവിക്കുവാൻ. സാഹചര്യങ്ങൾ പ്രതികൂലമായപ്പോൾ, അവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രതികൂലങ്ങളെല്ലാം മുമ്പിൽ തിരികടിച്ച് ഉയർന്നപ്പോൾ ദൈവാത്മാവ് യോശുവയ്ക്ക് കൊടുക്കുന്ന വാഗ്ദത്തമാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചു കേട്ടത്. നമ്മൾ പലപ്പോഴും അവസ്ഥകളും സാഹചര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇന്നലെ വരെ ഇത് നടന്നിരുന്നു. ഇന്നലെ വരെ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നു, മോശ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ കൂടെ ഉണ്ടായിരുന്നു, ഉപവസിക്കുന്നവർ കൂടെ ഉണ്ടായിരുന്നു, അവസ്ഥകളെല്ലാം അനുകൂലമായിരുന്നു. അതുകൊണ്ട് കാര്യം സാധിച്ചു. എന്നാൽ ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ നിൽക്കുന്നത് മോശ എന്ന് പറഞ്ഞ വാഗ്ദത്ത പുരുഷൻ, അല്ലെങ്കിൽ മോശ എന്ന് പറഞ്ഞ വ്യക്തിത്വം ഇല്ലാത്ത അവസ്ഥയില്ല. മോശ ഇല്ല എന്ന് വെച്ചാൽ വാഗ്ദത്തം അവസാനിച്ചെന്നാണ് ഇസ്രായേൽ മക്കൾ വിചാരിച്ചത്. മോശ ഇല്ല എന്ന് വെച്ചാൽ വാഗ്ദത്തം കഴിഞ്ഞു പോയെന്നാണ് ഇസ്രായേൽ ജനം വിചാരിച്ചത്. എന്തിനാ? യോശുവ പോലും വിചാരിച്ചത്. ദൈവാത്മാവ് എല്ലാം അസ്തമിച്ചെന്ന് ലോകം വിധി എഴുതിയപ്പോൾ, മനുഷ്യൻ ചിന്തിച്ചപ്പോൾ, അവരുടെ ചിന്താഗതിക്കപ്പുറമായി, അവരുടെ വിചാരങ്ങൾക്കപ്പുറമായി ഇതാ യോശുവയ്ക്ക് ഒരു വാഗ്ദത്തം കൊടുക്കുന്നു. അതാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കേട്ടത്. യോശുവ ഭയഭരിതനായിരുന്നപ്പോൾ ദൈവാത്മാവ് യോശുവയ്ക്ക് ഒരു വാഗ്ദത്തം കൊടുക്കുന്നു. 1-ാം അധ്യായം പ്രാരംഭവാക്യം മുതൽ വായിക്കുമ്പോൾ യോശുവയ്ക്ക് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതിന്റെ 9-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. നീ എന്ത് ചെയ്യുക? ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. അപ്പൊ ഇന്നലെ വരെ യോശുവയ്ക്ക് ഈ വാഗ്ദത്തം ലഭിക്കുന്നതിന് മുമ്പ് യോശുവ എങ്ങനെയായിരുന്നു? ഉറപ്പില്ലാത്തവനായിരുന്നു, ധൈര്യമില്ലാത്തവനായിരുന്നു. അവന്റെ അവസ്ഥകളെല്ലാം നോക്കി അവൻ കൈമലർത്തി നിൽക്കുകയാ. കൂടിക്കാട് ദൈവസഭയിൽ നമ്മളും പലപ്പോഴും പല വിഷയങ്ങൾ നോക്കി എങ്ങനെ സംഭവിക്കും, എങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കുമ്പോൾ ദൈവാത്മാവിന് ഒറ്റ വാക്കേ പറയാനുള്ളൂ. നമ്മുടെ അവസ്ഥ എന്തുമായിക്കോട്ടെ, സാഹചര്യം എന്തുമായിക്കോട്ടെ, നിന്നെ നടത്തുമെന്ന് പറഞ്ഞത് മോശയല്ല. മോശയല്ല നമ്മളെ വിളിച്ചത്, ദൈവമാണ് നമ്മളെ വിളിച്ചത്. മോശയ്ക്ക് പരുവയുണ്ട്,
കഴിഞ്ഞു. പക്ഷെ അത്യുന്നതനായ ദൈവം, നിത്യനായ ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്താൽ അത് മാറത്തില്ല. നമ്മളോട് വാഗ്ദത്തം ചെയ്തൊരു മനുഷ്യനല്ല, ദൈവമാണ്. നമ്മൾ ഉപവാസ പ്രാർത്ഥനയിലാണല്ലോ. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുക, ആ ഒരു അവസ്ഥയിൽ ഇരിക്കുക. ദൈവാത്മ നമ്മളോട് സംസാരിക്കട്ടെ. മോശയുടെ അവസ്ഥയെ നോക്കിക്കൊണ്ട് നമ്മൾ പലപ്പോഴും, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഇന്നലെകളെ നോക്കിക്കൊണ്ട് നമ്മൾ പറയുന്നു, ഇന്നലെ നടന്നിരുന്നു, ഇന്നലെ ആരാധന വെളിപ്പെട്ടിരുന്നു, ഇന്നലെ പ്രാർത്ഥിച്ചിരുന്നു, ഇന്നലെ മുഴങ്ങാൻ മടക്കിയിരുന്നു, പക്ഷെ ഇത് നടക്കത്തില്ല. എന്നാൽ ദൈവം വിളിച്ചു പറയുന്നു, മോശയെ കൊണ്ട് മാത്രമല്ല ദൈവത്തിന് ജനത്തെ പുറപ്പെടുവിക്കും അല്ലെങ്കിൽ നാട്ടിലെത്തിക്കുവാൻ കഴിയുന്നത് യോശുവയെ കൊണ്ട് കഴിയും. യോശുവ നമ്മുടെ ദൃഷ്ടിയിൽ ഒരു വശം ഒന്നിനും കൊള്ളാത്തവനായിരിക്കാം, എന്നാൽ യോശുവ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠനാണ്. അതിനെ 5-ാം വാക്യം മുതൽ വായിക്കുക. യോശുവ സാഹചര്യങ്ങളെ നോക്കി, വാക്യം മറക്കരുത്, സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട്, അവസ്ഥകളെ നോക്കിക്കൊണ്ട് അവൻ ഭയഭീതനായി നിന്നപ്പോൾ ദൈവാത്മാവ് യോശുവയോട് പറയുന്നു, എന്താണ്? നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. എത്ര പേർ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറുണ്ട്? നിന്റെ അവസ്ഥ എന്തുമായിക്കോട്ടെ, നീ പോകുന്ന സാഹചര്യം എന്തുമായിക്കോട്ടെ, നീ പോകുന്ന സാഹചര്യം നഷ്ടമായിരിക്കാം, ലാഭമില്ലായിരിക്കാം, പരാജയമായിരിക്കാം, എന്നാൽ ദൈവാത്മാവ് യോശുവയോട് പറയുന്നു, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. എത്ര പേർ നിന്റെ അവസ്ഥകളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് രാത്രി വിളിച്ചു പറയുന്നു, നീ ഭയപ്പെടേണ്ട. ഇന്നലെ നിന്നെ നടത്തിയ ദൈവമാണെങ്കിൽ, ഇന്നലെ നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തിയ ദൈവമാണെങ്കിൽ, നിനക്ക് വേണ്ടി വഴിപോകുന്ന ദൈവമാണെങ്കിൽ, നിന്നെ മാനിച്ച ദൈവമാണെങ്കിൽ, നിനക്ക് അനുഗ്രഹം തന്ന ദൈവമാണെങ്കിൽ, ഇന്നും ആ ദൈവത്തിന്റെ വാക്യത്തിന് അവസാനം വന്നിട്ടില്ല. ഇന്നും ആ ദൈവത്തിന് അനുഗ്രഹത്തിന് മാറ്റം വന്നിട്ടില്ല. ഇന്നും ആ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഇന്നും ആ ദൈവം ആയിരങ്ങളിൽ 10,000-ങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തിനൊരു ലിമിറ്റ് വെക്കുകയാണെന്ന് മോശയുടെ സമയത്ത് ദൈവം പ്രബോധിച്ചു. അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ പ്രവാചകന്മാർ വരുമ്പോൾ മാത്രമേ എന്ത് വെളിപ്പെടുത്തുള്ളൂ, ആരാധന വെളിപ്പെടുത്തുള്ളൂ, അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചാൽ മാത്രമേ വിടുതൽ വെളിപ്പെടുത്തുള്ളൂ. നമ്മൾ വെക്കുന്ന പരിമിതികളാ. എന്നാൽ യോശുവ പുറം ദൃഷ്ടിയിലാണ് ഒന്നിനും കൊള്ളത്തില്ല. പക്ഷെ എന്നാൽ അകത്ത് ദൈവാത്മാവിന്റെ ഹൃദയത്തെ ഇന്ന് രാത്രികാലം പ്രോത്സാഹിപ്പിക്കുക. ഇംഗ്ലീഷ് ഭാഷയിൽ ഇംഗ്ലീഷ് പദം ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ മനസ്സിലായത്, മോശയെ യോശുവയെ ദൈവാത്മാവ് എൻകറേജ് ചെയ്യുക. എന്തിന്? ഉത്സാഹിപ്പിക്കുക. എന്തിന്? അവനൊരു വലിയ യാത്ര ചെയ്യുവാനുണ്ട്. നടുവഴി നിൽക്കുന്ന യോശുവയെ നോക്കിക്കൊണ്ട് ജനം പറഞ്ഞു, ലോകം പറഞ്ഞു, ഇനിയും മുന്നോട്ടൊരു യാത്രയിലാക്ക് ഇസ്രായേലിന്. യാത്രയുടെ നടുവിൽ നിൽക്കുന്നവരെ എല്ലാ അവസ്ഥയും സാഹചര്യവും പ്രതികൂലമായപ്പോൾ ദൈവാത്മാവ് യോശുവയെ എൻകറേജ് ചെയ്തു, അവനെ എഴുന്നേൽപ്പിച്ചു. എവിടെ നിന്ന്? അവന്റെ ഭയത്തിൽ നിന്ന്, അവന്റെ പീഡിതത്തിൽ നിന്ന്, അവൻ പരാജയമെന്ന് വിചാരിച്ച പരാജയത്തിന്റെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവാത്മാവ് യോശുവയോട് വിളിച്ചു പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. നിന്റെ മുമ്പിൽ വരുന്ന സാഹചര്യത്തെ കണ്ടുകൊണ്ട്, അവസ്ഥകളെ കണ്ടുകൊണ്ട്, ബുദ്ധിമുട്ടുകളെ കണ്ടുകൊണ്ട് നീ ഭയപ്പെടേണ്ട. നീ ഒന്ന് മാത്രം ചെയ്യുക. അവസ്ഥകൾ എത്ര മല പോലെ, കൂമ്പാരം പോലെ ഉയർന്നോട്ട്, നീ ഇന്ന് രാത്രി കാലം ഭയപ്പെടേണ്ട. നീ എന്ത് ചെയ്യുക? ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. അടുത്ത പാദമാണ് ഏറ്റവും ചിന്തിക്കുന്നത്. നിന്റെ ജീവകാലത്ത് നീ ഒരു വിശ്വസ്തനാണെങ്കിൽ, നീ ഒരു നീതിമാനാണെങ്കിൽ, നീ ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. അപ്പൊ ഞാൻ ആരാണ്? I am something greater than everyone. ഞാൻ മറ്റുള്ളവരെക്കാളും അല്പം പ്രാധാന്യമുള്ള വ്യക്തിയാണ്. എന്തുകൊണ്ട്? എന്റെ നേരെ ആരും നിൽക്കത്തില്ല. അതെന്റെ ബലം കൊണ്ടല്ല, അതെന്റെ പണം കൊണ്ടല്ല, അതെന്റെ ബുദ്ധി കൊണ്ടല്ല, ദൈവ സാന്നിധ്യം കൊണ്ട്. എന്റെ ബുദ്ധി കൊണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പരാജയപ്പെട്ടേനെ, എന്റെ ശക്തി കൊണ്ടായിരുന്നു ഞാൻ പരാജയപ്പെട്ടേനെ. എന്നാൽ ജീവനുള്ള വചനത്തിന്റെ ശക്തി കൊണ്ടാണെങ്കിൽ എന്റെ തലകുലിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. യോശുവയുടെ ദൈവാത്മാവ് കൊടുക്കുന്ന വാഗ്ദത്തമാണ് എന്ത്? നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കത്തില്ല. എത്ര പേരൊന്ന് രാത്രി കാലം നമ്മുടെ അവസ്ഥകളെ കണ്ടുകൊണ്ട് നാം പലപ്പോഴും കുറെ ഭയം കൊണ്ട്, ഭീതി കൊണ്ട്, പ്രയാസം കൊണ്ട്, ദുഃഖം
വിശ്വസ്തനാണ്. അതാ പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിന്മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വാഴുതാതെ അവൻ താങ്ങി നടത്തിടും. നമ്മെ വിളിച്ചവൻ ഉണ്മയുള്ളവനാണ്. നമ്മുടെ അന്ത്യ നിമിഷം വരെ, അന്ത്യ സാഹചര്യം വരെ, അന്ത്യശ്വാസം വരെ നമ്മെ കൈവിടാതെ നടത്തുവാൻ ആ ദൈവം മതിയായവനാണ്. ആ ദൈവത്തിന് തെറ്റുപറ്റത്തില്ല, ആ ദൈവത്തിന്റെ വാക്കിന് മാറ്റമുണ്ടാകത്തില്ല, ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകത്തില്ല. നമ്മൾ പലപ്പോഴും മാറുന്നു, നമ്മൾ പലപ്പോഴും മാറ്റം സംഭവിക്കുന്നു. നമ്മുടെ അവസ്ഥകൾക്ക്, സംസാരത്തിന്, നമ്മുടെ ചിന്താഗതിക്ക്, നമ്മുടെ വിചാരത്തിന് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു പരിധിക്ക് ഒന്നും എത്തുവാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവം, നമ്മുടെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ പെർഫെക്റ്റ് ആണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ പൂർണ്ണരാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം കുഴഞ്ഞു മറിഞ്ഞൊരു കടൽ പോലെയല്ല, തിരമാല പോലെയല്ല. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം ശാന്തമായി കിടക്കുന്ന ഒരു സമുദ്രമാണ്. എന്തുകൊണ്ട്? എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാണ്, എന്നെ വിളിച്ചവൻ ജീവനുള്ളവനാണ്, എന്നെ വിളിച്ചവൻ പരാജയം എനിക്ക് വരുവാൻ സമ്മതിക്കയില്ല. എന്റെ തോൽവി അവൻ ജയമാക്കി തീർക്കും, എന്റെ പരാജയത്തെ അവൻ ജയമാക്കി തീർക്കും. അതുകൊണ്ട് യോശുവയെ, നീ ഭയപ്പെടേണ്ട. ഈ അവസ്ഥകൾ എന്തുമായിക്കൊണ്ട് നീ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ നമ്മൾ ദൃഷ്ടി കൊണ്ട് നോക്കിയിട്ട് നമ്മൾ പറയും, അയ്യോ രക്ഷപ്പെടത്തില്ല. എന്നാൽ ഇന്ന് രാത്രി കാലം നമ്മുടെ വിഷയങ്ങളെ നമ്മൾ യേശുവിന്റെ കണ്ണിലൂടെ കാണണം. നമ്മുടെ വിഷയങ്ങളെ നമ്മൾ ദൈവത്തിന്റെ കണ്ണിലൂടെ നമ്മുടെ വിഷയങ്ങളെ കാണുമ്പോൾ അസാധ്യമെന്ന പദം നമ്മൾ കാണാൻ കഴിയുകയില്ല. ഞാൻ പലപ്പോഴും എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ട് എനിക്ക് പലപ്പോഴും വിജയം ലഭിക്കാത്തത്. എന്റെ ബുദ്ധി കൊണ്ടോ എന്റെ ശക്തി കൊണ്ടോ ഞാൻ വിചാരിക്കുന്ന അവസ്ഥകൾക്ക് ഒന്നും എത്തുന്നില്ല. എന്നാൽ രാത്രി കാലം വചനം പറയുന്നു. എന്നാൽ അതിന്റെ 8-ാം വാക്യമാണ് ഇങ്ങനെ വായിക്കുന്നത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് രാവും പകലും അത് ധ്യാനിച്ച് കൊണ്ടിരിക്കണം. എന്നാൽ ഏതൊരു നിയമത്തിനും ഏതൊരു വാക്യത്തിനും അതിന്റെ പുറകിൽ ഒരു നിയമാവലിയുണ്ട്. അതാണ് ഈ 8-ാമത്തെ ഭാഗം. ഇന്ന് രാത്രി നമുക്ക് വാക്യം പ്രാപിക്കണമെങ്കിൽ, നമുക്ക് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, നമ്മൾ വിടുതൽ പ്രാപിക്കണം. 8-ാമത്തെ വാക്യം മാത്രം എന്താണ്? ഈ ന്യായപ്രമാണ പുസ്തകത്തിലെ ഉള്ളതൊക്കെയും നിന്റെ വായിൽ നീങ്ങിപ്പോകാതെ അതെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും നീ പ്രമാണിക്കേണ്ടതിന് നീരാവും പകരും. അത് ഇന്ന് രാത്രി കാലത്ത് ഈ വചനത്തിന് ആശ്രയിക്കുന്ന വ്യക്തിയാണോ? ഈ വചനത്തെ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? ഈ പ്രമാണപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണോ? നിന്റെ വാഗ്ദത്തം മാറത്തില്ല, നമ്മുടെ അനുഗ്രഹം മാറത്തില്ല. നമ്മുടെ ദൈവം നമ്മൾ അറിയിച്ച വാഗ്ദത്തങ്ങൾക്ക് ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരികയില്ല. എന്തിനാ ഇസ്രായേൽ മക്കളെ വിളിച്ചത്? വിളിച്ചത് അവരെ പാലും തേനും ഒഴുകുന്ന ഒരു അനുഗ്രഹത്തിൽ എത്തിക്കുവാൻ. പക്ഷെ നമ്മളിപ്പോഴും ഇവിടുത്തെ പഞ്ചാര ഇട്ടി കിട്ടുന്ന രുചി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? തൃപ്തി അടയുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം എന്തുവാ? പാലും തേനുമാ. അത് പൈസ കൊടുത്ത് വാങ്ങിക്കുവാനാണോ? അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദേശമാണെന്നാ വചനം പറയുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്തോ ആർട്ടിഫിഷ്യലായി നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തൃപ്തി അടയുകയാണ്. നമ്മൾ പലപ്പോഴും പണം കൊടുത്ത് വാങ്ങിയിട്ട് എന്ത് അടയുകയാണ്? വാഗ്ദത്തം പ്രാപിച്ചെന്ന് പറഞ്ഞ് കസാരയിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ വാഗ്ദത്തം നമ്മൾ പ്രാപിക്കണമെങ്കിൽ ദൈവം നമുക്ക് വഴി തുറക്കണം. നമ്മൾ നെക്കിയും ഞെരുക്കിയും പഴം പഴിപ്പിക്കാൻ കഴിയും. എങ്ങനെയാണെന്ന് അറിയാമോ? സാധാരണ രീതി പഴുക്കുന്നതും പഠിപ്പിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്, എന്ത് ചാത്തി കെട്ടിയിട്ട് എവിടെ ഇടണം, പുകയെ തരണം, അങ്ങനെയാണ് എളുപ്പം. പക്ഷെ അതിന്റെ രുചി വരണമെങ്കിൽ അത് സാധാരണ രീതിയിൽ പഴുക്കണം. നമ്മൾ പലപ്പോഴും ഞെക്കി പഠിപ്പിക്കുന്നവരാണ്. ദൈവം തരുന്ന വാഗ്ദത്തം എങ്ങനെ ചെയ്യുന്നു? ഇപ്പൊ കിട്ടണം കടിച്ചു പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? വാഗ്ദത്തം പ്രാപിക്കുന്നു. ഒരു കുഞ്ഞ് പുറത്തു വരണമെങ്കിൽ എത്ര മാസം വേണം? 9 മാസം വേണം സാധാരണ രീതിയിൽ. നമ്മൾ പക്ഷെ എന്ത് ചെയ്യുന്നു? അത് 6-ാം മാസത്തിലെ പിടിച്ച് വലിച്ചെടുത്ത് കൈ പിടിക്കാനും പറ്റുന്നില്ല, ഇൻഡിവിജ്വൽ ഇടുക അല്ലാതെ
ഒരു പ്രയോജനമില്ല. നമ്മൾ പലപ്പോഴും വാഗ്ദത്തം പ്രാപിക്കുന്നത് ഇങ്ങനെയാണ്. 6-ാം മാസത്തിൽ അല്ലെങ്കിൽ 9-ാം മാസം വരെ നിൽക്കേണ്ട നമുക്ക് എത്ര മാസത്തെ വേണം? എല്ലാവരും തല കുനിഞ്ഞു. നമ്മൾ പലപ്പോഴും അനുഗ്രഹം ഞെക്കിപ്പഴിപ്പിക്കുന്നവരാ. മറ്റൊരു രീതി പറഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് വേണമല്ല. പക്ഷെ ദൈവത്തിന്റെ പോളിസി അതല്ല. ദൈവം എന്തെങ്കിലും ചെയ്താൽ അത് ചന്തവും ഉചിതമായിരിക്കും. ദൈവം എന്തെങ്കിലും ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിരിക്കും. അതിനകത്ത് ആർക്കും ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അത് പരാജയമാകും. എന്നിട്ട് നമ്മുടെ കുഴപ്പമൊന്നും അറിയാമോ? നമ്മൾ ആരെ കുറ്റം പറയും? ദൈവത്തെ കുറ്റം പറയും. അത് ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടാണോ സംഭവിച്ചത്? നമ്മുടെ കുഴപ്പം കൊണ്ടാ. ദൈവം പറഞ്ഞ കുഞ്ഞെ നീ വെയിറ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് ഇങ്ങനെ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ദൈവം ഒരിക്കലും നോ എന്ന് പറഞ്ഞൊരു വാക്ക് പറയത്തില്ല. ദൈവം ഒരിക്കലും നോ എന്ന് പറഞ്ഞൊരു വാക്ക് പറയത്തില്ല. ഒന്നേ ദൈവം പറയും, വെയിറ്റ്, ഐ ഹാവ് ബെറ്റർ പ്ലാൻ ഫോർ യു. നീ ഒന്ന് നിൽക്ക്, എനിക്ക് ഇതിനേക്കാളും നല്ലത് നിനക്ക് തരാൻ പദ്ധതിയുണ്ട്. മറ്റൊന്ന്, യെസ്, അത് തന്നെ നിനക്കുള്ളത്. രണ്ട് കാര്യം ദൈവം പറയത്തുള്ളൂ. ദൈവം നോ എന്ന് പറഞ്ഞ പദം പറയത്തില്ല. ഒന്നീ പറയും, നീ നിൽക്കാൻ ഇതിനേക്കാൾ നല്ലതൊന്നും ഞാൻ നിനക്ക് കരുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്താ ചിന്ത? എനിക്കിത് മതിയെന്ന്. അല്ല കുഞ്ഞെ, നിനക്ക് ഇതിനേക്കാളും നല്ലതേ വെച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മുടെ സ്വഭാവം എന്തുവാ? എനിക്ക് ഇത് തന്നെ മതി. നമ്മുടെ ഈ ഒരു ചിന്താഗതിക്ക് വ്യത്യാസം വരുമ്പോൾ യോശുവ എന്ന് പറയുന്നത്, ദൈവം എന്താ യോശുവയോട് വാഗ്ദത്തം കൊടുക്കുന്നത്? ഈ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നീ ജീവിച്ചാൽ നിത്യജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ, അത് എത്ര വലിയവനായിക്കോട്ടെ, എത്ര ശ്രേഷ്ഠനായിക്കോട്ടെ, എന്തും കയ്യിലുള്ളവനായിക്കോട്ടെ, നീ ഭയപ്പെടേണ്ട. ഈ ദൈവത്തെ വിളിച്ചിട്ട് അല്പം കഞ്ഞി കുടിച്ച് കഴിയുന്നതാ ഏറ്റവും ശ്രേഷ്ഠത. അനേക കുടുംബങ്ങളെ, അനേക വീടുകൾ നമ്മൾ ടിവിയിൽ കാണാൻ കഴിയും. അനേക ക്രൂരത്വങ്ങളാണ് ലോകത്ത് സംഭവിക്കുന്നത്. സ്വന്തം ഭർത്താവിനെ ഭാര്യ കിണറ്റിൽ എറിഞ്ഞു കൊല്ലുന്നു. സ്വന്തം ചെറിയൊരു നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ അയൽവാസിയെ കൊന്നൊടുക്കുന്നു. ലോകം വളരെ അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അല്പം നന്മയ്ക്ക് വേണ്ടി, അല്പം ലാഭത്തിന് വേണ്ടി, അല്പം വിടുതലുകൾക്ക് വേണ്ടി. എന്നാൽ ദൈവവചനേ, നമ്മുടെ ജീവിതം വാഗ്ദത്തപ്രകാരമാകട്ടെ. നമ്മുടെ ജീവിതം ദൈവവചനത്തിന്റെ പ്രമാണപ്രകാരമാകട്ടെ. യോശുവയോട് ദൈവം കൊടുക്കുന്ന വചന വാഗ്ദത്തം ഇതാണ്: നീ ഈ വചനത്തിലുള്ളത് പ്രമാണിച്ചാൽ, നീ ഈ വചനപ്രകാരം ജീവിച്ചാൽ, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കാം അല്ലേ? തീരുകയില്ല. വളരെ പെട്ടെന്ന്. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. അവൻ ആള് മാറും, പക്ഷെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ എന്തുണ്ടാകത്തില്ല. നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് വിടുതലും അനുഗ്രഹവും നന്മയും 1-ാം നൂറ്റാണ്ട് നടന്നു, അനേകം സൗഖ്യമായി. ഇപ്പോൾ ദൈവത്തിന്റെ ശക്തിക്ക് എന്ത് പറ്റിയിരിക്കുന്നു? നമ്മുടെ ചിന്ത എന്തുവാ? കുറവ്. മറ്റൊരു രീതി പറഞ്ഞാൽ, നമ്മൾ ദൈവത്തെ പലപ്പോഴും ഒരു ഗ്ലാസ്സിലെ വെള്ളത്തോട് ഉപമിക്കുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യുന്നു? പരിമിതപ്പെടുത്തുന്നു. നമ്മുടെ ചിന്ത, ദൈവം ഈ ഗ്ലാസ് കൊണ്ട് മാത്രം, ഇതിനകത്ത് മാത്രം ദൈവം ഒതുങ്ങും, ഇതിനപ്പുറത്തോട്ട് വരത്തില്ല. ദൈവത്തിൽ നമ്മൾ പലപ്പോഴും ബൗണ്ടറി ഇടുന്നു, പരിമിതി ഇടുന്നു. പക്ഷെ ദൈവം ആ പരിമിതിക്കകത്ത് ഒതുങ്ങുന്നവരല്ല. പക്ഷെ നമ്മുടെ അവിശ്വാസമത്രേ ദൈവത്തിന് പ്രവർത്തിക്കുന്ന അവസ്ഥ. നമ്മൾ പലപ്പോഴും ദൈവത്തിന് പരിമിതി ഇടുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മുടെ വിശ്വാസം, നിന്റെ വിശ്വാസം എന്നെ രക്ഷിക്കുന്ന വചനം. നമ്മുടെ വിശ്വാസം എന്തുവാ? ദൈവം ഇതുകൊണ്ട് ഇവിടെ വരെ പ്രവർത്തിക്കത്തുള്ളൂ, അതുകൊണ്ട് ഓക്കെ ഫൈൻ, അതുകൊണ്ട് തൃപ്തി അടയാം. പക്ഷെ ദൈവം നമ്മളെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു നല്ലതും ഒരു തേനും ഒരു പാലും ഒഴുകുന്ന അവസ്ഥയാണ് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ തൃപ്തി എപ്പോഴും എവിടെ കൊണ്ടാണ്? ഒരു പരിമിത അവസ്ഥകൾ കൊണ്ടാണ്. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം എന്തുവാ? ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ. അപ്പൊ ഞാൻ മോശയോട് കൂടെ ഇരുന്നപ്പോൾ എന്തൊക്കെ ദൈവം ചെയ്തു, അതൊക്കെ ആരോട് കൂടെ ചെയ്യും? യോശുവയുടെ കൂടെ ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ ശക്തിക്ക് വ്യത്യാസം വന്നിട്ടില്ല. നമ്മുടെ കുഴപ്പമാണ് പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമാക്കുന്നത്. അതാണ് യോശുവയോട് പറഞ്ഞത്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം, നീ ഭയപ്പെടേണ്ട. ഞാൻ മോശയോട് കൂടെ ഇരുന്നു, നിന്നോട് കൂടെ ഇരിക്കും. അടുത്തത്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതുകൊണ്ട് നീ എങ്ങനെ ഇരിക്കുക? ഇതിൽ വലിയ വാക്തത്വം എന്തോ നമുക്ക് കിട്ടാനുള്ളത്?
നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. 2, നീ ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. 1, നമുക്ക് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. വാക്യത്തിലൊന്ന് ഉറക്കുക. 1, ഞാൻ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല. 2, ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ അവൻ ചെയ്ത പ്രവൃത്തികളൊക്കെ ഞാൻ നിന്നിലൂടെയും ചെയ്യും. അടുത്തത് നമ്മൾ വായിച്ചത്, ഞാൻ നിന്നെ കൈവിടത്തില്ല. ഏത് സാഹചര്യവുമായിക്കോട്ടെ, ഏത് ബുദ്ധിമുട്ടുമായിക്കോട്ടെ, ഏത് പ്രതിസന്ധിയുമായിക്കോട്ടെ, എത്ര വലിയ പ്രശ്നങ്ങളുമായിക്കോട്ടെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് വാക്തത്വം ചെയ്ത് നീ മാറത്തില്ലെങ്കിൽ ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. നിന്റെ ജീവകാലത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത്രയും വലിയ വാക്തത്വം പറയാനും നൽകും. നമ്മൾ പലപ്പോഴും പക്ഷെങ്കിൽ വാക്തത്വമല്ല നമ്മുടെ പ്രശ്നം, വിഷയമാണ് നമ്മുടെ പ്രശ്നം. വാക്യത്തിൽ നമ്മുടെ പ്രശ്നം വരുമ്പോൾ നമ്മൾ വാക്യത്തിൽ എവിടെ വെക്കുമെന്ന് അറിയാമോ? ഒരു സൈഡിൽ മാറ്റി വെക്കും. പക്ഷെ വാക്യത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ നമ്മുടെ മധ്യത്തിൽ. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് പലപ്പോഴും ദൈവത്തിന്റെ വാക്യത്തിനല്ല പ്രാധാന്യം. നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന അല്ലെ നമ്മൾ അനുഭവിക്കുന്ന അല്പം ബുദ്ധിമുട്ടാണ് നമ്മുടെ വിഷയം. നമ്മളൊരു ഒന്ന് പ്രാർത്ഥിക്കാനിരുന്നാൽ അരമണിക്കൂർ പ്രാർത്ഥിച്ചാൽ 25 മിനിറ്റും അല്ലെ 26 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വിഷയത്തിന് വേണ്ടിയാണ്. പക്ഷെ അതിൽ എത്ര മിനിറ്റ് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കും? ദൈവം നമ്മൾ മറ്റൊന്നും ആഗ്രഹിക്കില്ല, അവൻ മഹത്വം മാത്രം ആഗ്രഹിക്കും, സ്തുതി മാത്രം ആഗ്രഹിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്റെ മോന് ഭാഗ്യം വേണം, മകന് ഭാഗ്യം വേണം, മക്കൾക്ക് ഭാഗ്യം വേണം, എന്റെ വീട് ശരിയാവണം, എന്റെ നാട് ശരിയാവണം. നമ്മുടെ വിഷയം മുഴുവൻ എന്റെ 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 എന്ന ചിന്ത മാത്രമാണ്. പക്ഷെ ദൈവത്തിന് എന്താ ആഗ്രഹം? എന്താ ദൈവത്തിന് വേണ്ടത്? എന്താ ദൈവത്തിന് വേണ്ടത്? ദൈവത്തിന് മഹത്വം കരയറ്റുക. യാതൊരു ദൈവത്തിന് നമ്മൾ സ്തുതി അർപ്പിക്കുമ്പോൾ അവന്റെ ക്ഷേമേ സാന്നിധ്യം നമ്മുടെ മധ്യ ഇറങ്ങി വരും. ദൈവം അത് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവത്തിന് നമ്മൾക്ക് അത് കൊടുക്കുന്നില്ല. നമ്മൾ പലപ്പോഴും സെൽഫിഷ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇച്ഛയ്ക്ക് വേണ്ടി, നമ്മുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും ജീവിക്കുന്നു. എന്നാൽ യോശുവയോട് ദൈവം പറയുന്നത്, നീ ഭയപ്പെടേണ്ട, നീ എനിക്ക് പ്രാധാന്യം കൊടുത്താൽ, എന്റെ പ്രമാണത്തിന് നീ പ്രാധാന്യം കൊടുത്താൽ നീ ഉറപ്പും ധൈര്യമായിരിക്കും. നിന്നിലൂടെ തന്നെ ഞാൻ ഒരു ദേശം നിന്നെ കാൽപ്പിക്കുന്നു. മറ്റൊരു വ്യക്തിയിലൂടെയല്ല, മറ്റൊരു സാഹചര്യത്തിലല്ല, നിന്നിലൂടെ തന്നെ വാക്യം പ്രാപിക്കും, നിന്നിലൂടെ തന്നെ അനുഗ്രഹം പ്രാപിക്കും, നിന്നിലൂടെ തന്നെ വിടുതൽ അനുഭവിക്കും. ആ വാക്യത്തിലെ കടന്നു വരാൻ വായിക്കാം. നീ ഒന്ന് മാത്രം ചെയ്താൽ മതി. നിന്റെ ബുദ്ധിശക്തിയോ നിന്റെ ബലശക്തിയോ ഒന്നും നീ കാണിക്കണ്ട. നീ ഒന്ന് മാത്രം ചെയ്യുക. ഉറപ്പും ധൈര്യവും. അതെവിടുന്ന ഉറപ്പും ധൈര്യം കിട്ടുന്നത്? എവിടെ ഉറപ്പും ധൈര്യം കിട്ടുന്നത്? നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ബൂസ്റ്റും കോമ്പ്രാനൊക്കെ മേടിച്ചു കൊടുക്കും. എന്തിനാ? അവർക്ക് ആരോ ശരീരത്തിൽ എന്ത് കിട്ടുവാൻ? ബലം കിട്ടുവാൻ. പക്ഷെ ദൈവത്തിന്റെ വചനം എന്ത് പറയും? നീ എന്ത് ചെയ്യുക? പ്രമാണം അനുസരിച്ചാൽ നിനക്ക് എന്ത് വരും? വചനപ്രകാരം നീ ജീവിച്ചാൽ നിനക്ക് എന്ത് കിട്ടും? ഉറപ്പും ധൈര്യവും ഉള്ളവനായി. നീ മറ്റൊന്നും ചെയ്യണ്ട. നീ ദൈവസേന മുട്ടു നടക്കുക. നിന്റെ വിഷയം എന്തുമായിക്കോട്ടെ, പ്രശ്നം എന്തുമായിക്കോട്ടെ, സാഹചര്യം എന്തുമായിക്കോട്ടെ, ഭയപ്പെടാതെ അഭിദ്ധനായ ദൈവത്തിലേക്ക് കൈകളെ വളർത്തുക. അതാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായമോ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. എത്ര വാക്തമാണ് ദൈവം തന്നിരിക്കുന്നത്. നീ മറ്റൊന്നും ചെയ്യണ്ട. നീ ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്ക. അങ്ങനെ ഇരുന്നാൽ നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്നെ നേരെ നിൽക്കത്തില്ല. നീ ഒരു വാക്യ സന്തതിയാണെങ്കിൽ, നീ ഒരു പ്രമാണപ്രകാരം നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ അനുഗ്രഹം നിനക്ക് തന്നെ ആയിരിക്കും, നിന്റെ വിടുതൽ നിനക്ക് തന്നെ ആയിരിക്കും. നമ്മളോട് പറഞ്ഞ വാക്യത്തിൽ മറ്റൊരുവൻ എടുക്കത്തില്ല. വചനപ്രകാരം ജീവിക്കുക, വചനപ്രകാരം നിൽക്കുക. അടുത്ത വാക്യം, ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ തിരിയരുത്. 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. 2-ാം അധ്യായം 10-ാം വാക്യം. ഇവിടെ ഉറപ്പും ധൈര്യവും പ്രശ്നത്തിന് മധ്യേ കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന ഒരു ജനത്തെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ആര് നിനക്ക് വേണ്ടി ചങ്ങല അനുഭവിച്ചു? യഹോവ നിനക്ക് വേണ്ടി ചങ്ങല അനുഭവിച്ചു. അടുത്തത്,
Praise the Lord. ഇവിടെ അവർ കണ്ടിട്ടില്ല. അവർ എന്ത് ചെയ്യുന്നു? അല്പം കേൾവി മാത്രമേ ഉള്ളൂ. എന്ത്? അതാണ് നമ്മുടെ കുഴപ്പം. Praise the Lord. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി കേട്ടറിവേ ഉള്ളൂ, അനുഭവിച്ചറിവില്ല. അതുകൊണ്ടാണ് നമുക്ക് വരുന്ന പരാജയം. പക്ഷെ ദൈവാത്മാവ് ജനത്തോട് പറയുന്നു, മിസ്രൈമിൽ വെച്ച് ഞാൻ നിനക്ക് വേണ്ടി എന്ത് വിഭജിച്ചു? ചെങ്കടൽ വിഭജിച്ചു. രാജാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തകർത്തു. പ്രഭുക്കന്മാരുടെ മുഴങ്കാലുകളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മണർത്തി. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. 2:11. ഇവിടെ ജനത്തിന് എന്തോ ഉണ്ടാകുന്നത്? തകർന്നും നുറുങ്ങിയ ഒരു ജനം. എന്തായിരുന്നു വാക്യത്വം? നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായി. നാം ഒന്ന് മാത്രം ചെയ്താൽ മതി, ദൈവത്തിന്റെ വാക്യത്വം വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നാൽ 2:11 ജനം എന്തുവാ ചെയ്യുന്നത്? ഇവർ ഈ കേട്ടപ്പോൾ എന്ത് ചെയ്യും? സംഭവിച്ചവർക്ക് ഹൃദയം ഉരുകി. അടുത്തത് നമ്മുടെ കുഴപ്പമായി ദൈവത്തിന്റെ കുഴപ്പമാണത്. ദൈവം വചനത്തിന്റെ വചനപ്രകാരം നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണുണ്ടാകണം? ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. എന്നാൽ ഇവരെ കേട്ടിട്ട് ജനത്തിന് എന്തുണ്ടാകുന്നു? അവർ ധൈര്യം ക്ഷീണിക്കുന്നു, അവർ ബലം ക്ഷയിക്കുന്നു, അവരുടെ വാക്യത്തിൽ നിന്ന് അവർ ആശ്ചര്യപ്പെടുന്നു. അടുത്ത ഭാഗത്ത് കടന്നു വരാം. 3-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. 3-ാം അധ്യായം 7-ാം വാക്യം. ഇവിടെ പിന്നെയും തകർന്നിരിക്കുന്ന ഒരു ജനത്തെ നോക്കിക്കൊണ്ട്, പരാജയമടഞ്ഞ ഒരു ജനത്തെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പിന്നെയും യോശുവയോട് പറയുകയാണ്, എന്ത്? ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. അപ്പം എന്തിനാ ദൈവം നമ്മളെ മാനിക്കാൻ പോകുന്നത്? എന്തുകൊണ്ട്? ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ. എല്ലാവരും വിഷയം വിട്ടു. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ആരറിയണം? ജനം അറിയണം. എന്തായിരുന്നു വാഗ്ദത്തം? നീ ഒന്നും പേടിക്കണ്ട, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. നീ ഒന്ന് മാത്രം ചെയ്താൽ മതി, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. പിന്നെയും ഇവിടെ വിശ്വാസത്തിൽ അല്പം കുറവ് വന്ന യോശുവയെ നോക്കിക്കൊണ്ട് ദൈവം പിന്നെയും പറയുന്നു, ഞാൻ ഈ ജനം താങ്കെ നിന്നെ എന്താക്കും? വലിയവനാക്കും. നീ ഒന്ന് മാത്രം ചെയ്യുക, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. സാഹചര്യം എന്തുമായിക്കോട്ടെ, അവസ്ഥ എന്തുമായിക്കോട്ടെ, നാം പലപ്പോഴും നമ്മുടെ വിഷയങ്ങളെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലായിരിക്കാം. നിലംപരിതായി കിടക്കുന്ന അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ മരുഭൂമി പോലെ വിസ്തീർണമായി കിടക്കുന്ന അവസ്ഥയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിക്കാലം നമ്മുടെ വാഴ്ത്തത് നമ്മൾ മുറുകെ പിടിക്കണം. ദൈവം നമ്മൾ ആലോചനകൾ നമ്മൾ മുറുകെ പിടിക്കണം. ഇവിടെ യോശുവയുടെ ദൈവം പറയുന്നു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കത്തില്ല. നീ അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. അതുകൊണ്ട് ജനത്തെ നോക്കിക്കൊണ്ട് യോശുവ പിന്നെയും പറയുന്നില്ല, ഭയപ്പെടേണ്ട, യഹോവ മോശയോട് കൂടെ ഇരുന്നത് പോലെ എന്നോട് കൂടെ ഉണ്ട്, നമ്മളോട് കൂടെ ഉണ്ട്. നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും, നമുക്ക് വേണ്ടി അവൻ വഴി തുറക്കും. വാഗ്ദത്തം കേട്ട ജനം പിന്നെയും തളരുന്നു, വാഗ്ദത്തം കേട്ട ജനം പിന്നെയും തകരുന്നു. അവർ വിഷയങ്ങളെ നോക്കി അവർ ഞെരുവിൽ കൊള്ളുന്നു. ദൈവാത്മാവ് യോശുവയോട് പറയും, നീ ഭയപ്പെടേണ്ട, അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്ന് തെളിയിക്കാൻ പോവുകയാണ്. ഞാൻ ആരാണെന്ന്. ദൈവമായ കർത്താവാണ്. ആരുടെ കൂടെ ഇരുന്ന ദൈവമാണെന്ന്. മോശയോട് കൂടെ ഇരുന്ന അതേ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞാൻ ഈ ജനം കാണാൻ തെളിയിക്കാൻ പോവുകയാണ്. എങ്ങനെ? അതിന്റെ താഴെയുള്ള വാക്യം വായിക്കാം. ഇവിടെ അടുത്തൊരു പ്രശ്നം ഉണ്ടാകുന്നു. അവരുടെ മുമ്പിൽ എന്ത് പ്രതികൂലമാകുന്നു? ഒരു യോർദാൻ പ്രതികൂലമാകുന്നു. അവർ അതുവരെ സന്തോഷിച്ചു വന്നു. ഇസ്രായേൽ പലപ്പോഴും പ്രശ്നം വരുമ്പോൾ പിറുപിറുക്കുന്നവരാണ്. അവർക്ക് ലഭിച്ച നന്മയും അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും അവർ മറക്കും. എപ്പോൾ? പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ. നമ്മളും പലപ്പോഴും അങ്ങനെ. ദൈവം കഴിഞ്ഞ നാളുകൾ നടത്തിയ വിധങ്ങളും, ദൈവം കഴിഞ്ഞ നാളുകൾ തുറന്ന വഴികളും, കഴിഞ്ഞ നാളുകൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളും
വികാരങ്ങളും അത്ഭുതങ്ങളും നമ്മൾ പലപ്പോഴും മറക്കുന്നു. എപ്പോൾ? പ്രശ്നത്തിന് നടുവിൽ വരുമ്പോൾ. നമ്മൾ പലപ്പോഴും ക്രൂരിക്കുന്നു. എപ്പോൾ? പ്രശ്നത്തിന് നടുവിൽ വരുമ്പോൾ. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം കാടപ്പശയെ വരച്ചു കൊടുത്തു, മഞ്ഞ പൊഴിച്ചു കൊടുത്തു, നന്മകളെ അവർ നടത്തി. അവർ ഉടുത്ത വസ്ത്രം ജീർണിക്കാതെ, അവരുടെ കപ്പൽ തേഞ്ഞു പോകാതെ, അവർക്ക് വേണ്ട നന്മകളെല്ലാം ദൈവം അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. എന്നിട്ടും അവർ ദൈവത്തോട് അവിശ്വസത കാണിച്ചു, ദൈവത്തോട് അവർ പിടികൊടുത്തു. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാ. ദൈവം നമുക്ക് അനുഗ്രഹം തരാനിട്ടാണോ? ദൈവം നമുക്ക് വിടുതൽ അയക്കാനിട്ടാണോ? എന്നിട്ടും നമ്മൾ പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് ചോദിക്കും, ദൈവം എന്നെ ഞങ്ങളെ മറന്നുപോയിട്ടാണോ? എന്ത് ഞങ്ങൾക്ക് സംഭവിക്കുന്നു? എന്നാൽ ഇസ്രായേൽ ഇവിടെ ചോദിക്കുന്നത്, ഇസ്രായേലിനോട് യോശുവ ഒരു വാഗ്ദത്തം കൊടുക്കും, ദൈവാത്മാവിൽ ഒരു അരുളപ്പാട് കൊടുക്കും, നീ ഒന്നും ഭയപ്പെടേണ്ട. ജനത്തിന്റെ അവിശ്വാസത കാരണം ഞാൻ ഈ ജനം കാണുകയും നിന്നെ എന്താക്കാൻ പോകുന്നു? നിന്നെ ഞാൻ വലിയവനാക്കാൻ പോകുന്നു. അതിന്റെ 13-ാം വാക്യം വായിക്കാം. ഇവിടെ യോശുവ ജനത്തോടൊരു ഗൈഡൻസ് കൊടുക്കുകയാണ്. എന്ത്? നീ എന്ത് ചെയ്യുക? അവർ യോർദാൻ കടക്കുന്നതിന് മുമ്പാകെ അവർ ദൈവത്തിന്റെ മുഴങ്കാൽ മടക്കി. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അവർ ദൈവത്തിന്റെ മുഴങ്കാൽ മടക്കി, അവർ ദൈവത്തിന് ഇരുന്നു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് യോശുവയുടെ ദൈവാത്മാവ് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. നാളെ അതിന്റെ 3-5 വാക്യമായി കാണാൻ കഴിയുന്നു. 3-5. അവരുടെ അവിശ്വാസത്തിന്റെ നടുവിൽ, അവർ വിഷയമെല്ലാം തകർന്നെന്ന് അവർ വിചാരിച്ചതിന്റെ നടുവിൽ ദൈവാത്മാവ് യോശുവയോട് ഒരു വാഗ്ദത്തം കൊടുക്കുന്നു. എന്ത്? നാളെ ഈ ജനം കാണുക നിങ്ങളുടെ ഇടയിൽ ആര്? ഏത് സാഹചര്യത്തിൽ? പ്രശ്നമെല്ലാം, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായ അവസ്ഥയിൽ, ഒരു വഴി പോലും കാണാത്ത മണ്ഡലത്തിൽ അവർ നിൽക്കുന്ന അവസ്ഥ ഏതാണ്? യോർദാനാണ്. യോർദാന്റെ അവസ്ഥ താഴെയുള്ള ഭാഗം 13-ാം വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. യോർദാൻ പലപ്പോഴും സാഹചര്യത്തിന് വിരുദ്ധമായി ഒഴുകുന്ന നദിയാണ്. എപ്പോഴും അവർ ഉണ്ടാക്കുന്ന, അവർ ചെയ്യുന്ന നന്മകൾക്ക് വിരുദ്ധമായി ഒഴുകുന്ന നദിയാണ്. പലപ്പോഴും യോർദാൻ കരകവിഞ്ഞ് ഒഴുകാറുണ്ടെന്നാണ് 13, 14, 15 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എന്താണ് ദൈവം യോശുവയോട് പറഞ്ഞത്? യഹോവ നിങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു അതിശയം പ്രവർത്തിക്കാൻ പോകുന്നു. അതിശയം പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴും യോശുവയുടെ ഹൃദയത്തിൽ ഉറപ്പുണ്ട്. പക്ഷെ ജനത്തിന്റെ ഹൃദയത്തിൽ എന്തില്ല? അവർ ചഞ്ചലപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ദൈവാത്മാവ് പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ. കുറുവാക്യം നമ്മൾ വായിച്ചതുപോലെ, നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. നീ ഇത് പകൽക്കാലം വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ധൈര്യമായി. യഹോവ നിന്നോട് കൂടെ, യഹോവ നിന്റെ പക്ഷത്തുണ്ട്, യഹോവ നിനക്ക് വേണ്ടി വലിയവ ചെയ്യും, യഹോവ നിനക്ക് വേണ്ടി വഴി തുറക്കും. 13 വാക്യങ്ങൾ വായിക്കാം. അങ്ങനെ ജനം യോർദാനക്കരെ കടക്കുവാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. യോർദാന്റെ സ്വഭാവം കണ്ടോ? യോർദാന്റെ സ്വഭാവം കണ്ടോ? കൊയ്ത്തുകാലത്തൊക്കെയും കഴിഞ്ഞ ദിവസം സന്തോഷാനുണ്ടായ വിഷമം പോലെ എന്തുവാ? കച്ചവടം നടക്കുന്ന സമയത്ത് എല്ലാം പ്രശ്നമായി മാറി. യോർദാന്റെ സ്വഭാവം എന്തുവാ? ഇത് തന്നെ യോർദാന്റെ സ്വഭാവം എന്തുവാ? കൊയ്ത്തുകാലത്തൊക്കെയും അല്പം നന്മ കൈ വരുന്ന സമയത്തൊക്കെയും യോർദാൻ കര കഴിഞ്ഞു. എങ്ങനെ? എന്തുകൊണ്ട്? നമ്മൾ ഒരിക്കലും നന്മ അനുഭവിക്കരുത്. പിശാചിന്റെ ഏക ചിന്ത ഇതേ ഉള്ളൂ. എന്ത്? നമ്മൾ നന്മ അനുഭവിക്കുക, നമ്മൾ വിടുതൽ അനുഭവിക്കരുത്, നമ്മൾ ദൈവം പറഞ്ഞ വാക്യം നമ്മൾ പ്രാപിക്കരുത്. എന്താണ് യോർദാന്റെ സ്വഭാവം? കൊയ്ത്തുകാലത്തൊക്കെയും, ഒരു നന്മ അനുഭവിക്കുന്ന സമയത്തൊക്കെയും, ഒരു വിടുതൽ അനുഭവിക്കുന്ന സമയത്തൊക്കെയും, ദൈവം ഒരു വഴി തുറക്കുന്ന സമയത്തൊക്കെയും, ദൈവം ഒരു നന്മയുടെ കവാടം തുറക്കുന്ന സമയത്തൊക്കെയും യോർദാന്റെ സ്വഭാവം എന്താ? അത് കരകവിഞ്ഞൊഴുകും. മറ്റൊരു രീതി പറഞ്ഞാൽ പ്രതികൂലമായി ഒഴുകുന്ന നദിയാണ് ആര്? യോർദാൻ. പക്ഷെങ്കിൽ പ്രതികൂലമായി ഒഴുകുന്ന നദിക്കകത്ത് ദൈവപ്രവൃത്തിയുണ്ട്. എങ്ങനെ? നമ്മൾ മുഴങ്ങാൻ പറഞ്ഞു.
നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാന്റെ നദിയിൽ കൗണ്ടുന്നത് വരെ യോർദാന്റെ അവസ്ഥ എന്തുവായിരുന്നു? അത് കര കവിഞ്ഞ് ഒഴുകുവായിരുന്നു. പക്ഷെ ദൈവവചനത്തെ വിശ്വസിച്ച് ദൈവപ്രമാണ പ്രകാരം ജീവിച്ച യോശുവയും പുരോഹിതന്മാരും അവർ ദൈവപ്രമാണത്തിൽ എഴുതുന്നപ്പോൾ പ്രതികൂലമായിരുന്ന യോർദാൻ അവർക്ക് വേണ്ടി വഴിമാറി. ഇന്നു രാത്രികാലം വചനമാണ് പറയുന്നത്, നീ ഉറപ്പും ധൈര്യമായുള്ളവരായിരിക്കുക, നീ ഭയപ്പെടേണ്ട. നിന്റെ സാഹചര്യവും നിന്റെ അവസ്ഥകളും നിന്റെ വിഷയങ്ങളും നിനക്കെതിരായി ഒഴുകുമ്പോൾ, നിനക്കെതിരായി കരകവിഞ്ഞൊഴുകുമ്പോൾ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ജീവനുള്ള ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ അവസ്ഥ പ്രതികൂലമാണ് നീ വിചാരിക്കും, നിന്റെ സാഹചര്യം പ്രതികൂലമാണ് നീ വിചാരിക്കും. പക്ഷെ അതിന് മധ്യേ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്ന ദൈവം ജീവിക്കുന്നു. അതിന് മധ്യേ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന സ്വർഗ്ഗം ജീവിക്കുന്നു. അതുകൊണ്ടാണ് യോശുവയുടെ ദൈവം പറയുന്നത്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. നിന്റെ അവസ്ഥ എന്തുമായിക്കോട്ടെ, നിന്റെ സാഹചര്യം കരകവിഞ്ഞൊഴുകുന്നതായിക്കോട്ടെ, നിന്റെ അവസ്ഥകൾ കരകവിഞ്ഞൊഴുകുന്നതായിക്കോട്ടെ, നന്മ ലഭിക്കത്തില്ലെന്നും നന്മ പ്രാപിക്കത്തില്ലെന്നും ആരും പറഞ്ഞോട്ടെ. ഓ ജീസസ്, ആരും പറഞ്ഞോട്ടെ നിന്നെ വിടുതലില്ലെന്ന്, നിനക്കൊരു നന്മയില്ലെന്ന്. പക്ഷെങ്കിൽ ദൈവം വിളിച്ചു പറയുന്നു, പുരോഹിതന്മാരെ നിങ്ങളുടെ കാൽ വിശ്വാസത്തോടെ യോർദാനിൽ ചവിട്ടിക്കൂ. അവർ യോർദാനിൽ ചവിട്ടുന്നത് വരെ കരകവിഞ്ഞൊഴുകുകയാണ്. എന്നാൽ 13-14 വാക്യങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, പുരോഹിതന്മാർ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ ഉള്ളംകാൽ അവർ യോർദാനിൽ ചവിട്ടിയപ്പോൾ ഇന്നലെ വരെ കരകവിഞ്ഞൊഴുകിയത്, ഇന്നലെ വരെ പ്രതികൂലമായി ഒരുങ്ങിയത്, ഇന്നലെ വരെ നന്മയെ തിന്നു കളഞ്ഞത്, ഇന്നലെ വരെ നന്മയെ ഇല്ലാതാക്കിയ യോർദാൻ അവർക്ക് വേണ്ടി വഴിമാറി. അവർക്ക് വേണ്ടി വഴിമാറി. ഇന്ന് രാത്രികാലം എത്രപേർക്ക് വിശ്വാസമുണ്ട്? നമ്മുടെ ഉള്ളിൽ വചനമെന്ന തീ കത്തിയാൽ, വചനമെന്നൊരു ജീവൻ കത്തിയാൽ നമ്മുടെ മുമ്പിൽ ഒഴുകുന്ന പ്രതികൂലമായി നിൽക്കുന്ന പ്രതിസന്ധിയെ നിൽക്കുന്ന യോർദാൻ നമുക്ക് വേണ്ടി വഴിമാറും. നമ്മൾ സാധാരണ വ്യക്തിയല്ല, നാം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ്, നമ്മൾ ശ്രേഷ്ഠ ജനമാണ്. യോർദാനെതിരെ നിൽക്കുന്ന, യോർദാനെതിരെ ഒഴുകുന്ന നദിയെ കണ്ടുകൊണ്ട് ജനം പേടിച്ചു. പ്രതികൂലത്തെ കണ്ടുകൊണ്ട് ജനം പേടിച്ചു, അവസ്ഥകളെ കണ്ടുകൊണ്ട് ജനം പേടിച്ചു, സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ജനം പേടിച്ചു. എന്നാൽ പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിൽ ചവിട്ടിയപ്പോൾ അവർക്കെതിരെ ഇന്നലെ വരെ ഒഴുകിയത്, അല്പനിമിഷം വരെ ഒഴുകിയത് അവർക്ക് വേണ്ടി നിലവഴിയായിരുന്നു. അവർക്ക് വേണ്ടി അവരുടെ വഴിമാറി. എന്തുകൊണ്ട്? അവരുടെ ഉള്ളിലുള്ള അഭിഷേകം കൊണ്ട്. ഇന്ന് രാത്രികാലം പുതിയ കുഴിക്കാട് ദൈവസഭയെ നമുക്കെതിരായി യോർദാൻ ഒഴുകുന്നുണ്ടായിരിക്കാം, നമുക്കെതിരായി പ്രതികൂലങ്ങൾ ഒഴുകുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്വർഗ്ഗം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് യോശുവയെ നോക്കിക്കൊണ്ട് ദൈവം വിളിച്ചു പറയുന്നത്, നീ ഭയപ്പെടേണ്ട, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. നിന്റെ അവസ്ഥ എന്തുമായിക്കോട്ടെ, നിന്റെ സാഹചര്യം എന്തുമായിക്കോട്ടെ, നിനക്കെതിരെ യോർദാൻ കരകവിഞ്ഞ് ഒഴുകിക്കോട്ടെ. എനിക്കത് വിഷയമല്ല, എന്റെ വിഷയം നിന്റെ വിശ്വാസമാണ്. എന്റെ ദൈവത്തിന്റെ വിഷയം മറ്റൊന്നുമല്ല. ഇന്ന് രാത്രിക്കാൽ നമ്മുടെ ദൈവത്തിന്റെ വിഷയം നമ്മുടെ വിശ്വാസമാണ്. അവർക്ക് വിശ്വാസമില്ലായിരുന്നെങ്കിൽ അവരുടെ കാൽ ഉള്ളംകാൽ യോർദാനിൽ ചവിട്ടുമായിരുന്നു. നമ്മൾ പലപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ എവിടെ നിന്ന് മാത്രമേ കാണാറുള്ളൂ? ദൂരെ നിന്ന് മാത്രമേ അതിന് അടുത്ത് പോയി നിൽക്കാറുള്ളൂ. അല്ലെങ്കിൽ നീന്തൽ അറിയാവുന്നവർ മാത്രമേ അതിനരികെ പോകത്തുള്ളൂ. എന്തുകൊണ്ട്? അഥവാ വെള്ളം പൊങ്ങി തെറിച്ചു പോയാൽ, അല്ലെങ്കിൽ നമ്മളത് ഒഴുക്കി പെട്ടുപോയാലോ ഭയം നമ്മുടെ ഉള്ളിലുണ്ട്. എന്നല്ല, വിശ്വാസത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി പുരോഹിതന്മാർ വിശ്വാസത്തോടെ അവർ ഉള്ളംകാൽ എവിടെ ചവിട്ടി? ഏത് സാഹചര്യത്തിൽ? കര കവിഞ്ഞൊഴുകുന്ന, പ്രശ്നങ്ങളെല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ, വിഷയങ്ങളെല്ലാം പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ കാണുന്നു. വായിക്കാനായിട്ടുള്ള വാക്യങ്ങൾ, പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്തുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ, ഒന്നാമത് മേൽവെള്ളത്തിന്റെ ഒഴുക്ക് എന്തായിരുന്നു? മേൽവെള്ളത്തിന്റെ സ്വഭാവം കര കവിഞ്ഞൊഴുകുകയായിരുന്നു. അപ്പൊ ദൈവം ആദ്യം എവിടെയാ പിടിച്ചത്? മേൽവെള്ളത്തിന്റെ ഒഴുക്കിനെ ദൈവം നിർത്തി. മേൽവെള്ളത്തിൽ ഒഴുക്ക് നിന്നാൽ അടി ഒഴുക്ക് എങ്ങനെ നിന്നോളും?
സ്ട്രെയിറ്റ് ആയിക്കോളും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് മേൽവെള്ളത്തിൽ ഒഴുക്കി നിർത്തി. അടുത്തത് അടുത്തതാണ് വിഷയം. ഒന്ന് എങ്ങനെ നിർത്തി? മേൽവെള്ളത്തിൽ ഒഴുക്കവൻ നിർത്തി. രണ്ട്, ദൈവം വെള്ളത്തെ എങ്ങനെ നിർത്തി? ഒരു ചിറ പോലെ കൂട്ടി നിർത്തി. മറ്റൊരു രീതിയിൽ പറഞ്ഞ ഒരു മതില് പോലെ. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? സർവ്വജനവും അറിയണം എന്റെ ദൈവം ജീവനുള്ളവനാണ്. സർവ്വജനവും അറിയണം ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോടും കൂടെ ഇരിക്കുന്നുണ്ടെന്ന്. സർവ്വജനവും അറിയണം പ്രമാണം അനുസരിക്കുന്ന വ്യക്തി തകരത്തിലെന്ന് തളരത്തിലെന്ന് അവൻ ഉറപ്പും ധൈര്യമുള്ളവനാകുമെന്ന്. സർവ്വജനവും അറിയണം ഭയപ്പെടേണ്ട, യഹോവ നമ്മോട് കൂടെ ഉണ്ടെന്ന്. സർവ്വജനവും അറിയണം യഹോവ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന്. അവർ കാൽ വെള്ളത്തെ ചവിട്ടിയപ്പോൾ ആ വെള്ളത്തിൽ ഒഴുക്ക് നിന്നു, മേലൊഴുക്ക് നിന്നു. രണ്ട്, അവർക്ക് എതിരായിരുന്ന യോർദാൻ ചിറ പോലെ പൊങ്ങി. ചിറ പോലെ പൊങ്ങിയ നിലത്തൂടെ. അടുത്ത വാക്യം വായിക്കാം. അടുത്ത നോക്കിയേ. ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം എന്ത് ചെയ്തു? പറഞ്ഞാൽ ആ വെള്ളത്തെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. ദൈവത്തിന്റെ പ്രവൃത്തി നോക്കി. അവരുടെ വിഷയം എന്തുവായിരുന്നു? അവർക്ക് യോർദാൻ കടക്കണം. അവർ പ്രതികൂലമാകുന്ന യോർദാൻ അവർക്ക് എന്ത് ചെയ്യണം? കടക്കണം. അതായിരുന്നു അവരുടെ വിഷയം. പക്ഷെങ്കിൽ അവർ നിന്ന സാഹചര്യത്തിൽ എന്തായിരുന്നു? അവർ അഭിമുഖീകരിച്ച വിഷയം എന്തുവായിരുന്നു? യോർദാൻ കരകവിഞ്ഞൊഴുകുന്നു. പ്രശ്നമേ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. എന്നാൽ ദൈവാത്മാവ് എന്തോ ചെയ്തത്? ഒന്ന്, വെള്ളത്തിന്റെ മേലൊഴുക്ക് നിർത്തി. രണ്ട്, വെള്ളത്തെ ചിറ പോലെ നിർത്തി. മൂന്ന്, ചാവുകടലിലെ വെള്ളത്തെ എന്ത് ചെയ്തു? വാർത്തെടുത്തു. ദൈവത്തിന്റെ പ്രവൃത്തി നോക്കി. ഒരു ജനമേ അല്പം ജനത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി നോക്കിയേ. അവന്റെ പ്രകൃതിയുടെ രീതികൾക്ക് പോലും ദൈവം എന്ത് വരുത്തി? വ്യത്യാസം വരുത്തി. ആർക്കു വേണ്ടി? വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടി. വചനപ്രകാരം നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടി ദൈവം സാഹചര്യത്തെ അവർക്ക് അനുകൂലമാക്കിക്കൊണ്ട് അവസ്ഥകളെ അവർക്ക് മറുതിരിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് അവരെ ഒരു സ്വാതന്ത്ര്യ വഴിയിലൂടെ നടത്തുന്നു. നമ്മുടെ ദൈവം എത്ര വലിയവരാണ്. നമ്മുടെ അവസ്ഥകളെ നോക്കിക്കൊണ്ട് നമ്മൾ പലപ്പോഴും പറയും കരകവിഞ്ഞൊഴുകുകയാ, ഇപ്പോൾ രക്ഷയില്ല. എന്നാൽ പ്രതികൂല നടുവിൽ നിന്നുകൊണ്ട് ദൈവം വിളിച്ചു പറയുന്നു, എന്ത്? ഇതാ നിന്നെ ഞാൻ ഇതിലേക്കൂടെ തന്നെ നടത്താൻ പോകുകയാണ്. പ്രതികൂലത്തിന്റെ ഒരു വഴി. നമ്മൾ വിചാരിക്കുന്ന പ്രശ്നത്തിനകത്തൂടെ ദൈവം ഒരു വഴി തുറക്കുന്നു. നമ്മൾ വിചാരിക്കും ഹാഗറിനെ പോലെ മകന്റെ മരണം എനിക്ക് കാണണ്ട, സാഹചര്യമെല്ലാം പ്രതികൂലമാണ്. ഈ മരുഭൂമിയിൽ ആര് എനിക്ക് എന്റെ ബാലൻ അല്പം വെള്ളം കൊടുത്തു, മരണം കാണണ്ട എന്ന് പറഞ്ഞ് അൻപിൻപാട് ദൂരത്ത് മാറ്റിയിട്ട ഹാഗർ അവർ നോക്കിയപ്പോൾ ഇതാ ബാലൻ നിലവിളി കേട്ട് ദൈവം ഇതാ ഒരു നീരോട് പറഞ്ഞിരിക്കുന്നു. എവിടെ? മരുഭൂമിയിൽ. സാഹചര്യങ്ങൾ പ്രതികൂലമായ അവസ്ഥയിൽ, വിഷയങ്ങളെല്ലാം ഓപ്പോസിറ്റായ അവസ്ഥയിൽ ദൈവം അവർക്ക് വേണ്ടി ഒരു നീരുറവ തുറന്നു. ഇന്നും ആ നീരുറവ ആ സമുദ്രത്തെ ആ മരുഭൂമിയുടെ നടുവിലുണ്ട്. അത് മുസ്ലിങ്ങളുടെ പുണ്യ നദിയായി പുണ്യജനമായി അവർ കണക്കാക്കി വെച്ചിരിക്കുന്നു. മടങ്ങി വരട്ടെ. ഇസ്രായേൽ ജനം കടക്കുന്നത് വരെ യോർദാനെ ദൈവം എങ്ങനെയാക്കി? ഒരു ചിറ പോലെ നിർത്തുമാറാക്കി. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി ദൈവം നിർത്തിയത്? തന്റെ ജനത്തിന്റെ അവിശ്വാസത്തിൽ നിന്ന് മാറ്റുക, അവരെ ഒരു വാറ്റ നാട്ടിലെത്തിക്കുക. അവരുടെ വിഷയം എന്തുവായിരുന്നു? ആര് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. മോശ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് പറയാമായിരുന്നു, മോശയോട് പറഞ്ഞ് ദൈവം പ്രവർത്തിക്കുമായിരുന്നു. പക്ഷെ യോശുവയുടെ കാലത്ത് ആര് പ്രവർത്തിക്കും? അതുകൊണ്ടാണ് ദൈവാത്മാവ് യോശുവയോട് പറയും, നീ ഭയപ്പെടേണ്ട, നീ ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം. ഇന്ന് പകൽക്കാലത്തെ രാത്രിക്കാൽ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ വിഷയം നോക്കി നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നു. ദൈവം ഒന്നു മാത്രം പറയുന്നു, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ. അങ്ങനെയെങ്കിൽ മോശയോട് കൂടെയുള്ള ദൈവ സാന്നിധ്യം നമ്മോടും കൂടെയുണ്ട്. നമ്മുടെ വിഷയങ്ങൾ ഒരു പക്ഷേ ചിറ പോലെ കര കവിഞ്ഞൊഴുകുന്ന അവസ്ഥയായിരിക്കാം.
പ്രശ്നങ്ങൾ ഒരു പക്ഷേ കൂമ്പാരം പോലെ കൂടിയിരിക്കുന്ന അവസ്ഥയായിരിക്കാം. എങ്കിലും ഇന്ന് രാത്രി ദൈവം വിളിച്ചു പറയുന്നു, യോശുവായെ നീ ഭയപ്പെടേണ്ട, കുഴിക്കാല ദൈവസഭയെ നാം ഭയപ്പെടേണ്ട. നമ്മുടെ അവസ്ഥകൾ പലപ്പോഴും നദി പോലെ പൊങ്ങി ഒഴുകുന്ന അവസ്ഥയായിരിക്കാം. എങ്കിലും അതിന്റെ നടുവിൽ ഇതാ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നു. കരകവിഞ്ഞ് ഒഴുകുന്ന യോർദാൻ നമുക്കൊരു പക്ഷേ പ്രതികൂലമായിരിക്കാം, എന്നാൽ അതിനകത്തുള്ള വഴി ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അവസ്ഥകൾ നമുക്കൊരു പക്ഷേ പ്രശ്നം പ്രതികൂലമായിരിക്കാം, എങ്കിൽ അതിന്റെ നടുവിലൂടെ ഒഴുകുന്ന തുറക്കുന്ന ദൈവത്തിന്റെ വഴി നമുക്ക് വിടുതലായി തീരും. അതിനകത്തുള്ള വാക്യങ്ങൾ വായിക്കാം. അടുത്തതെന്തുവാണ്? യോർദാന്റെ നടുവിൽ പുരോഹിതന്മാർ എങ്ങനെ ഉറച്ചു നിന്നു? നമ്മുടെ വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എങ്ങനെയേലും അങ്ങ് വഴി തുറന്നാൽ മതി, എങ്ങനെയേലും അങ്ങ് രക്ഷപ്പെട്ടാൽ മതി, എങ്ങനെയേലും അങ്ങ് മറുകര നടന്നാൽ മതി. ദൈവത്തിന്റെ പ്രവൃത്തി നോക്കിയേ. വെള്ളം ചിറമ്പ് നിർത്തുക മാത്രമല്ല, മേലൊഴുക്ക് നിർത്തുക മാത്രമല്ല, ആ നിലത്തെ ദൈവം എന്ത് ചെയ്തു? ഒരു റോഡ് പോലെയാക്കി. എന്തിനു വേണ്ടി? എന്താണ് ദൈവം ചെയ്തത്? ഒറ്റ എന്തിനു വേണ്ടി ദൈവം ചെയ്തു? നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു, ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുന്നു, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് അവർക്കെതിരെയുള്ള പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട്, അവർക്കെതിരെയുള്ള പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് അവർ ഭയപ്പെട്ടു. പക്ഷെ ദൈവാത്മാവ് എന്തോ പറയുന്നത്? നിങ്ങൾ ഭയപ്പെടേണ്ട, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. നീ ഒരു പക്ഷെ വിചാരിക്കുന്നത് ഭയങ്കര വലുതാണെന്ന്, ഒരിക്കലും നടക്കത്തില്ലെന്ന്. മറിയമാർ രണ്ടുപേരും മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് പോലെ യേശുവിന്റെ അമ്മ മറിയയും മർദ്ദനക്കാരി മറിയയും യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധദ്രവ്യം പുഷ്പം ചെന്നു. അവർ ചെന്നപ്പോൾ അവരെ അലട്ടിയ ഒറ്റ വിഷയം, ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന. അവർ 4-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഏറ്റവും വലുതാണെന്ന്. എന്നാൽ അവർ എത്തുന്നതിന് മുമ്പേ, അവർ കാലുകൾ ചവിട്ടുന്നതിന് മുമ്പേ അവർക്ക് വേണ്ടി ആ വാതിലിനെ ദൈവത്തിന്റെ ആത്മാവ് തുറന്നു. തുറന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം രാത്രികാലം ദൈവത്തിന്റെ നമ്മൾ ഒരു പക്ഷേ വിഷയത്തെ സമീപിക്കുന്നത് ഭയങ്കര വലുതാണെന്നുള്ള ചിന്തയില്ല, നടക്കത്തിലുള്ള ചിന്തയില്ല, രക്ഷപ്പെടത്തുള്ള ചിന്തയില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയും, നീ ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവം ജീവിക്കുന്നു, നിനക്ക് വേണ്ടി വിടുതലയക്കുന്ന ദൈവം ജീവിക്കുന്നു, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം ജീവിക്കുന്നു. അവന്റെ വാഴ്ത്തത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ല, അവന്റെ അരുളപ്പാടിന് മാറ്റം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നീ ഒന്ന് മാത്രം ചെയ്യുക, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഇസ്രായേൽ സകലവും അറിയാൻ പോകുകയാണ് നീ ആരാണെന്ന്. നിന്നെ ഞാൻ വലിയവനാക്കാൻ പോകുന്നു. അതിന്റെ 4-ാം അധ്യായത്തിൽ കടന്നു വരാം. 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ദൈവത്തിന്റെ വാക്യം എന്തുവായിരുന്നു? നീ ഭയപ്പെടേണ്ട, നീ ഉറച്ചിരിക്കുക. അന്ന് ദൈവമായ യോശുവയെ എവിടെ വലിയവനാക്കി? കുഴികൾ മാത്രമാണോ? എന്റെ വീട്ടിൽ മാത്രമാണോ? ഒരിടത്തല്ല ദൈവം മാനിക്കുന്നത്, എല്ലാ ഇസ്രായേലിലും. എത്ര മഹാനാണ് നമ്മുടെ ദൈവം. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് അന്നന്ന് കഴിയാനുള്ളത്, അല്ലെ അന്നന്ന് രക്ഷപ്പെടാനുള്ള വഴി നമുക്ക് വേണ്ടി ദൈവം തുറക്കണമെന്നാണ്. എന്നാൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നത്? എല്ലാ ഇസ്രായേലും കാണെ ദൈവം യോശുവയെ വലിയവനാക്കി. സകല ജനവും അറിയേ യോശുവയെ വലിയവനാക്കി. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ നമുക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴി ചെറുതല്ല, നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന വഴി ചെറുതല്ല. ഇന്ന് രാത്രി നമ്മൾ ഒന്നു മാത്രം ചെയ്യുക, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. 4-ാം വാക്യം 4-ന്റെ വായിക്കുന്നത്, അന്ന് ദൈവം യോശുവയെ എല്ലാ ഇസ്രായേലും കാണെ വലിയവനാക്കി. അടുത്ത വാക്യം, എന്തുവായിരുന്നു യോശുവയുടെ വിചാരം? ദൈവം മോശയോട് കൂടെ പ്രവർത്തിച്ചു, ദൈവം മോശയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. പക്ഷെ എനിക്ക് വേണ്ടി ചെയ്യത്തില്ലായിരിക്കാം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ലായിരിക്കാം, എന്നിലൂടെ പ്രവർത്തിക്കത്തില്ലായിരിക്കാം. എങ്കിൽ ഇവിടെ വായിക്കുന്ന വചനത്തിന്റെ വാക്യം ഇതാണ്, യഹോവയായ ദൈവം അന്ന് സകല ഇസ്രായേലിൽ കാണെ യോശുവയെ വലിയവൻ ആക്കി. അടുത്തത്
അവന്റെ ജീവകാലത്തൊക്കെയും മോശയെ ബഹുമാനിച്ചതുപോലെ അവന്റെ ആയുഷ്കാലത്തൊക്കെയും ആര് ബഹുമാനിച്ചു? ഇസ്രായേൽ ബഹുമാനിച്ചു. എന്തുകൊണ്ട് ബഹുമാനിച്ചു? യോശുവ ദൈവത്തിന്റെ പ്രമാണത്തിന് നിന്നത് കൊണ്ട്, യോശുവ ദൈവ പ്രവർത്തിക്ക് വേണ്ടി നിന്നത് കൊണ്ട്, യോശുവ ദൈവവചനത്തിന് വേണ്ടി നിന്നത് കൊണ്ട്, ദൈവ പ്രമാണപ്രകാരം വൃത്തിയുള്ള യോശുവയ്ക്ക് വേണ്ടി ദൈവം വഴി തുറന്നു. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഗുരുവാക്കിൽ ഞാൻ മടങ്ങി വരട്ടെ. യോശുവയ്ക്ക് വേണ്ടി ദൈവം വഴി തുറന്നു. എന്തുകൊണ്ട്? അവനോട് കൽപ്പിച്ച വാഗ്ദത്തത്തിൽ ഉറച്ചു നിന്നു. ദൈവം അവനോട് കൽപ്പിച്ച വാഗ്ദത്തത്തിൽ യോശുവ ഉറച്ചു നിന്നത് കൊണ്ട് ദൈവം യോശുവയ്ക്ക് വേണ്ടി വഴി തുറന്നു. അതിൽ 5-ാം വാക്യം നമ്മൾ വായിച്ചതുപോലെ, 5-ാം വാക്യം നമ്മൾ ഇങ്ങനെയായിരുന്നു വായിച്ചത്: നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കരുത്. അതുകൊണ്ട് നീ ഒന്ന് മാത്രം ചെയ്യുക, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. നമ്മുടെ കുറിവാക്കി ഇങ്ങനെയായിരുന്നല്ലോ: നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട്. അപ്പൊ നമ്മുടെ ദൈവം ആരുടെ കൂടെയുണ്ട്? നമ്മോട് കൂടെയുണ്ട്. അവൻ യോശുവയുടെ കൂടെ മാത്രമല്ല, മോശയോട് കൂടെ മാത്രമല്ല, ദാവീദിനോട് കൂടെ മാത്രമല്ല, യോസേഫിനോട് കൂടെ മാത്രമല്ല, പിതാക്കന്മാരുടെ കൂടെ അതേ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നും നമ്മോട് കൂടെയുണ്ട്. അതേ ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെയുണ്ട്. അതേ ദൈവപ്രവൃത്തി നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതൽ നമ്മൾ ഒന്ന് മാത്രം ചെയ്യണം: നാം ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഇസ്രായേലിന്റെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ച ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ പ്രവർത്തിക്കും. ആ യഹോവ നമുക്ക് വേണ്ടി വലിയവ ചെയ്യുമെന്ന്, ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് സകല ഇസ്രായേലും കാണുകയെ ദൈവം അറിയിച്ചു. എങ്ങനെ അറിയിച്ചു? അവൻ യോർദാനെ വിഭജിച്ചവരെ അറിയിച്ചു, എരിഹോമിനെ തകർത്തറിയിച്ചു. യോശുവയും ജനവും എരിഹോമിന് നേരെ കാഹളം ഊതി എരിഹോം തകർന്നു. അവർ വാഗ്ദത്തദേശത്തെത്തി. അവർക്ക് പ്രതികൂലമായിരുന്ന സകലവും ദൈവർക്ക് അനുകൂലമാക്കി. എങ്ങനെ? ദൈവത്തിനെ പ്രവർത്തിക്കേണ്ടി അവൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി യോശുവ ഉറച്ചിരുന്നത് കൊണ്ട് ദൈവവചനം നമ്മൾ അധികം ഒന്നും ചെയ്തില്ലെങ്കിലും, നമ്മൾ അധികം ഒന്നും ആൾക്കാർ അറിയപ്പെട്ടില്ലെങ്കിലും ഒന്ന് മാത്രം ചെയ്യുക: വചനത്തിന്റെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുക, വചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിൽക്കുക. നീ ഈ വചനത്തിന്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുന്നത് പോലെ ഈ പ്രമാണത്തിന് വേണ്ടി നീ ഉറച്ചു നിൽക്കുക. ഈ വചനത്തിലെ ഒരു വ്യത്യാസവും വരുത്താതെ നമ്മൾ ജീവകാലത്തൊക്കെ നമ്മൾ ഉറച്ചു നിന്നാൽ ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല, ഒരു മനുഷ്യനും നിന്റെ നേരെ സംസാരിക്കത്തില്ല, ഒരു മനുഷ്യനും നിന്റെ നേരെ കൈപൊക്കത്തില്ല. കാരണം യോശുവയുടെ കൂടെ ദൈവസാന്നിധ്യം, മോശയുടെ കൂടെ ദൈവസാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. നമ്മൾ മക്കളാണ്, നമ്മൾ അവകാശികളാണ്, നാം ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിൽക്കേണ്ടവരാണ്, നാം ദൈവവചനത്തിന് വേണ്ടി നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് യോശുവയുടെ കൂടെ ദൈവസാന്നിധ്യം, യോശുവയുടെ കൂടെ ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുറിവാക്കിയതായിരുന്നു: നീ ഭയപ്പെടേണ്ട, നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. യോശുവ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ. ഇത് രാത്രി ദൈവത്തിന്റെ പൈതലേ, നമുക്ക് ഇത് രാത്രി കേൾക്കപ്പെട്ട വചനത്തിൽ നമ്മുടെ മറ്റൊന്നും ദൈവം നമ്മളോട് ചോദിക്കുന്നില്ല. ഒന്ന് മാത്രം ദൈവം ചോദിക്കുന്നു: നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. മറ്റൊന്നും ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നാം നമ്മുടെ വിഷയത്തിന് മേൽ, നമ്മുടെ പ്രശ്നത്തിനെ നോക്കിക്കൊണ്ട് നാം പലപ്പോഴും ചോദിക്കും: ദൈവമേ, നീ എന്നെ മറന്നിട്ടാണോ? നിനക്ക് എന്നെ വേണ്ടാഞ്ഞിട്ടാണോ എന്റെ പ്രശ്നങ്ങളെല്ലാം പ്രതികൂലമാകുന്നത്? എന്നാൽ ദൈവം നമ്മളോട് ഒന്ന് മാത്രം ആഗ്രഹിക്കുന്നു, ഒന്ന് മാത്രം ചോദിക്കുന്നു: നീ മറ്റൊന്നും ചെയ്യണ്ട, നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ മോശയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ നിനക്ക് വേണ്ടിയും പ്രവർത്തിക്കും. അന്ന് ദൈവം യോശുവയെ സകല ഇസ്രായേലും കാണുകയെ വലിയവൻ ആക്കി. ഇന്ന് രാത്രി ദൈവസഭയെ നമ്മുടെ അവസ്ഥയെ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ഇത് അസാധ്യമെന്നാണ്. എന്നാൽ ദൈവം വിളിച്ചു പറയുന്നു: മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ സകലവും സാധ്യം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നമുക്ക് ആ ദൈവത്തിൽ വിശ്വസിക്കാം. ആ സാധ്യതകളുടെ കരങ്ങൾ തുറക്കുന്ന, ആ സാധ്യതകളുടെ വിടുതലിന്റെ കരങ്ങൾ തുറക്കുന്ന ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. യഹോവ നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. സ്വർഗ്ഗമേ, ഞങ്ങൾക്ക് വേണ്ടി തുറന്ന് അങ്ങയുടെ വഴിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. യോശുവയുടെ കൂടെ ഇരുന്നത് പോലെ ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം ചെയ്യേണ്ട കർത്താവേ, ഞങ്ങൾ പലപ്പോഴും അവൻ അവിശ്വസ്തരാകുന്നു, ഞങ്ങൾ പലപ്പോഴും സംശയിക്കുന്നു. ദൈവപ്രവൃത്തി ഞങ്ങൾ പലപ്പോഴും അവിശ്വസത കാണിക്കുന്നു. ഞങ്ങളുടെ പൂർവ്വകളെ, ഞങ്ങളുടെ ബലഹീനതയെ ഞങ്ങളോട് ക്ഷമിച്ച് ദൈവപ്രവൃത്തിക്ക് വേണ്ടി, ദൈവത്തിന്റെ വിടുതലിന് വേണ്ടി ജീവിക്കുന്ന കൃപ ദൈവം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ നാമത്തിന് മഹത്വം ജീവിക്കുന്ന ദൈവം കൃപ തരുന്നതിനായി സ്തോത്രം.
പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം നമ്മളെ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ രാത്രി അല്പസമയം ഒരുമിച്ചായിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ